വർഷം തമിഴ് ലാംഗ്വേജിൽ ഇറങ്ങിയ ഒരു ക്രൈം ത്രില്ലർ ഡ്രാമ മൂവിയാണ് കുബേര. ഡയറക്ട് ചെയ്തിരിക്കുന്നത് ശേഖർ കമുല, അഭിനയിച്ചിരിക്കുന്നത് ധനുഷ്, നാഗാർജുന, രാഷ്മിക മന്ദാനയൊക്കെയാണ്. സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത് വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരു കണ്ടന്റാണ് പറയുന്നത്. തുടക്കത്തിൽ കാണിക്കുന്ന ഒരു സ്കാം നടത്താൻ വേണ്ടിയിട്ട് ഒരു വില്ലൻ ശ്രമിക്കുകയാണ്. ഇയാൾ അതിനുവേണ്ടി ഒരു മന്ത്രിയെ കാണുന്നത്. ഈ മന്ത്രി ഒരു ഹ്യൂജ് എമൗണ്ട് ഇയാളോട് ആവശ്യപ്പെടുകയാണ്. അപ്പൊ ഇത് ബ്ലാക്ക് ആയിട്ടും വൈറ്റ് ആയിട്ടും കൊടുക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. അതിനുവേണ്ടി ഇത് എങ്ങനെ കൺവേർട്ട് ചെയ്യാം, ഇതിന്റെ കാര്യങ്ങളെല്ലാം അറിയുന്ന ഒരു എക്സ്പേർട്ടിനെ ഈ വില്ലൻ കൂടെ നിർത്തുകയാണ്. അത് CBI ഓഫീസറായിരുന്ന നാഗാർജുനയുടെ ക്യാരക്ടറാണ്. ഇയാള് വളരെ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. പക്ഷെ സാഹചര്യങ്ങൾ കൊണ്ട് ഈ വില്ലന്റെ കൂടെ ഇയാൾക്ക് നിൽക്കേണ്ടി വരികയാണ്. അങ്ങനെ ഈ CBI ഓഫീസർ പറയുന്ന ഐഡിയ അനുസരിച്ച് കുറച്ച് പിച്ചക്കാരെ പിടിച്ച് അവർക്ക് ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്ത് അവരുടെ അക്കൗണ്ടിലേക്ക് ഈ പണം എല്ലാം അയക്കുകയാണ്. കാരണം അവർ ഇതിനെപ്പറ്റി അറിയാനോ കാര്യങ്ങളൊന്നും പോകുന്നില്ല എന്നുള്ള രീതിയിലാണ് ഇത് ചെയ്യുന്നത്. അതിനെ തുടർന്നുള്ള സംഭവങ്ങളൊക്കെ ബേസ് ചെയ്ത് പോകുന്ന ഒരു മൂവിയാണ്. ഫസ്റ്റ് വളരെ എൻഗേജിങ് ആയിട്ടുള്ള രീതിയിൽ പോകുന്ന ഒരു സിനിമയാണ്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ രാഷ്മിക മന്ദയുടെ ക്യാരക്ടർ വരുന്നു. അതുപോലെ കുറച്ച് കോമഡി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അത്രയും എൻഗേജ് ആയിട്ടില്ല. പക്ഷെ ഫസ്റ്റ് ഹാഫ് വളരെ നല്ലൊരു ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫ് അത്രയ്ക്ക് ഒരു ഇത് തോന്നിയില്ല. നല്ലൊരു സിനിമ തന്നെയായിരുന്നു. പക്ഷെ ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ട് തോന്നി. പിന്നെ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ, ധനുഷ് ചെയ്തിരിക്കുന്ന ക്യാരക്ടർ ഒരു പിച്ചക്കാരൻ്റെ റോളാണ്. അങ്ങനെ ഒരു സൂപ്പർ സ്റ്റാർ ലെവലിൽ നിൽക്കുന്ന ധനുഷൊക്കെ പോയി ഇങ്ങനത്തെ ഒരു റോൾ ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. നല്ലൊരു സിനിമ തന്നെയാണ്. ഇങ്ങനത്തെ സിനിമകളൊക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക്, ഒരു ഡ്രാമ മൂഡിൽ പോകുന്ന സിനിമകളൊക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക്, ഡ്രാമ എന്ന് മാത്രം പറയാൻ പറ്റില്ല, അത്യാവശ്യം ത്രില്ലിംഗ് ആയിട്ടുള്ള എലമെന്റുകളും നമ്മളെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. ഒന്ന് കണ്ടിരിക്കുന്ന സിനിമ കണ്ടു നോക്കാം.